നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ പ്രതിഷേധ പോസ്റ്റർ. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ ഉയർന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് മുതലക്കുളം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ടൗൺ കരോളും നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായവും നടത്തി. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിന്റെ നീതി മെഡിക്കൽ ലാബിനോടനുബന്ധിച്ച് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെയും മെഡിക്കൽ ടാക്സി സർവീസിന്റെ ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉരുൾപൊട്ടൽ മേഖലയിൽ വീട് നിർമ്മാണത്തിന് പാറ പൊട്ടിക്കാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാറ പൊട്ടിച്ചു മാറ്റിയ വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ പ്രതിഷേധ പോസ്റ്റർ. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ ഉയർന്നത്. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ടെന്നാണ് പോസ്റ്ററിലെ വാചകം. ലിറ്റി ജോസഫിനെ നഗരസഭ അധ്യക്ഷ ആക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ചരടുവലിക്ക് പുറകിൽ ബ്ലോക്ക് പ്രസിഡന്റാണെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട്. KPCC ജനറൽ സെക്രട്ടറി നിഷ സോമനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം മേയർ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26 രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27 രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. 2030 ഡിസംബർ വരെയാകും പുതിയ ഭരണസമിതികളുടെ കാലാവധി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ക്രിസ്തുമസിനോടനുബന്ധിച്ച് മുതലക്കുളം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ടൗൺ കരോളും നിർധനായ രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായവും നടത്തി. പരിപാടിയിൽ 500-ലധികം ആളുകൾ പങ്കാളികളായി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദൈവമായി പിറന്ന ഉണ്ണിയേശുവിന്റെ സ്നേഹത്തിൻ കരുണയുടെ വാഹകരാകുവാൻ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സാ സഹായവും 50 തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം സമൂഹത്തിലേക്ക് നൽകുന്നതിനായി ഹോളി ഫാമിലി ആശുപത്രി തൊടുപുഴ ടൗണിൽ ക്രിസ്മസ് കരോൾ ബോൺ നത്താലെ സംഘടിപ്പിച്ചു. പരിപാടിയിൽ 500-ലധികം ആളുകൾ പങ്കാളികളായി. വളരെ ചിട്ടയോടെ, ക്രമത്തോടെ, നല്ല ഒരുക്കത്തോടെ, താളാത്മകമായിട്ട് ഈ കരോള് ഈ നഗരത്തിനൊരു പുതു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജാതി മതഭേദമന്യേ ഒരേ മനസ്സോടെ ഈ ഹോളി ഫാമിലി കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യക്ഷീകരണം കൂടിയാണ് ഈ മെഗാ ക്രിസ്മസ് കരോള്. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നതോടൊപ്പം നല്ലൊരു സന്ദേശം ഈ ലോകത്തിന്, ഈ തൊടുപുഴയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഈ റാലി നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സംരംഭം ആരംഭിക്കാം. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദൈവമായി പിറന്ന ഉണ്ണിയേശുവിന്റെ സ്നേഹത്തിൽ കരുണയുടെ വാഹകരാകാൻ ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സാ സഹായവും 50 തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുമെന്ന് സിസ്റ്റർ മേരി ആലപ്പാട്ട് SH, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ ആശ മരിയ SH, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോളി ജോർജ്, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജോസി SH, ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, സ്റ്റാഫുകൾ, ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.
പെയ്യുന്ന മലമടത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും പിന്നിലും മന്ദഹാസം പെയ്യും മധുരമനോഹര ഗാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആരോഗ്യ സേവന രംഗത്ത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിന്റെ നീതി മെഡിക്കൽ ലാബിനോടനുബന്ധിച്ച് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെയും മെഡിക്കൽ ടാക്സി സർവീസിന്റെയും ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് കൊച്ചുപറമ്പിൽ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീത, സെക്രട്ടറി സാജു V ചെമ്പരത്തി, ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആരോഗ്യ സേവന രംഗത്ത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇടുക്കി ചെറുകിട വ്യവസായി സംഘത്തിന് മെഡി ടാക്സി സംവിധാനം ഒരുക്കുന്നതിലേക്കായി സംഘം പ്രസിഡന്റും യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ് ആൻഡ് മെറ്റൽസ് ഉടമയുമായ ജോർജ് കൊച്ചുപറമ്പിൽ CSR ഫണ്ടിൽ നിന്ന് മാരുതി ഇക്കോ വാഹനം നൽകുകയായിരുന്നു. സ്ഥിരമായി ഡോക്ടറുടെ കൂടിയാലോചന ആവശ്യമുള്ള വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾ, ശസ്ത്രക്രിയ അനന്തര പരിശോധനകൾക്കായി ഡോക്ടറെ സമീപിക്കേണ്ടവർ, ഭിന്നശേഷിക്കാർ, പ്രായമായവരും കൂടെ കൂട്ടാൻ ആളില്ലാത്തവരും തുടങ്ങിയ അടിയന്തരമില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രൊഫഷണലായി പരിശീലനം ലഭിച്ച നഴ്സിനോടൊപ്പം രോഗിയെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി വീട്ടിൽ തിരികെ എത്തിക്കുകയാണ് മെഡി ടാക്സി സംവിധാനം ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ രോഗികളെ പരിശോധനകൾക്കായി മെഡിക്കൽ ലബോറട്ടറി, ഫിസിയോതെറാപ്പി സെന്റർ എന്നിവിടങ്ങളിൽ കൊണ്ടുപോകുക തുടങ്ങിയ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. മണക്കാട് പഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ സേവനം ലഭ്യമാക്കുന്നതാണ്. PJ ജോസഫ് MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് കൊച്ചുപറമ്പിൽ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീത, സെക്രട്ടറി സാജു V ചെമ്പരത്തി, ഭരണസമിതി അംഗങ്ങളായ മാത്യു ജോൺ, ഡെന്നി ജോസഫ്, മിനി ആന്റണി, ബോണി തോമസ്, മുൻ പ്രസിഡന്റ് ബെന്നി ജേക്കബ്, സംഘം ജീവനക്കാർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉരുൾപൊട്ടൽ മേഖലയിൽ വീട് നിർമ്മാണത്തിന് പാറ പൊട്ടിക്കാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാറ പൊട്ടിച്ചു മാറ്റിയ വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. കഞ്ഞിക്കുഴി ചുരുളി പതാലിലാണ് പ്രദേശവാസികൾ വാഹനം തടഞ്ഞു പ്രതിഷേധിച്ചത്. ഈ പാറമടയുടെ താഴ്ഭാഗത്ത് 100ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജിയോളജി വകുപ്പ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പാറ പൊട്ടിക്കാൻ ഉത്തരവ് നേടിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീട് നിർമ്മാണത്തിന്റെ പേരിൽ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങി ഉരുൾപൊട്ടൽ മേഖലയിൽ പാറ പൊട്ടിക്കാൻ ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങി പാറ പൊട്ടിച്ചു കടത്തിയ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. ഈ പാറമടയുടെ താഴ്ഭാഗത്ത് 100ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജിയോളജി വകുപ്പ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പാറ പൊട്ടിക്കാൻ ഉത്തരവ് നേടിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
ഇതായിട്ട് നിൽക്കുന്ന ഈ സംഭവം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ പ്രതികരിച്ചാൽ അത് കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നതാണ്. അതിനൊരു തീരുമാനം സാറേ, കളക്ടർക്ക് പരാതി ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. ഞങ്ങൾക്ക് മൈനിങ്ങിന് പാസ്സുണ്ട്, പാസ് വണ്ടികളുണ്ട്. 50-60 വീട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ആ ആൾക്കാർ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ സാർമാർ തന്നെ പറയാറില്ലേ, ആശാപ്രവർത്തകരാണ്, നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഈ പല്ലിൽ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ്, ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്, ഇവിടെ ജനങ്ങൾ തിങ്ങി പാർക്കണയാണ്, എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും കുറച്ച് ഭാഗം പോയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇരുന്നിട്ട് എല്ലാം കാര്യമുണ്ടോ ഉണ്ടോ. അപ്പൊ നേരത്തെ കാലത്ത് ഞങ്ങൾ അറിയിച്ചു, എവിടെ വേണമെങ്കിലും പൊട്ടിച്ചോട്ടെ, കല്ല് പൊട്ടിച്ച് കാശ് ഉണ്ടാക്കിക്കോട്ടെ, ഞങ്ങളുടെ ഈ തലയ്ക്ക് മുകളിൽ പൊട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അത് അങ്ങനെ എല്ലാം പരാതികൾ രേഖകളെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഇന്നലെ ഇവിടെ കിറ്റാച്ചിയും കൊണ്ട് വന്ന് ലോഡ് വന്ന് കയറ്റാൻ വന്നപ്പോൾ ആ റോഡൊന്ന് കിടക്കുന്ന സാറന്മാരൊന്ന് ചെന്ന് നോക്ക്. മെമ്പർമാരുടെ കയ്യെ കാലെ പിടിച്ച് ഞങ്ങൾ ആ റോഡ് ഘട്ടം ഘട്ടമായിട്ട് പണിത റോഡ് വിണ്ട് കീറി നാശമാക്കി കിടക്കുകയാണ്. വീട് നിർമ്മാണത്തിന് സൈറ്റ് ലെവൽ ചെയ്ത 12 മെട്രിക്കൽ അടി കല്ല് നീക്കം ചെയ്യാൻ ജനുവരി 9 വരെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ബ്ലാറ്റിംഗ് നടത്തി പാറ പൊട്ടിക്കരുത് എന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ടെങ്കിലും അതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കല്ല് പൊട്ടിച്ച് കടത്തുവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കല്ല് പൊട്ടിച്ച് കടത്താൻ വേണ്ടി മാത്രമാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തതെന്നും വരും ദിവസങ്ങളിൽ ഒറ്റക്കല്ല് പോലും കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നും വാർഡ് മെമ്പർ ജാൻസി സ്റ്റീഫൻ, ഊരുമൂപ്പൻ സുകുമാരൻ കുന്നുംപുറത്ത് എന്നിവർ പറഞ്ഞു. കളക്ടർ, ജിയോളജി വകുപ്പ്, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ 15ാം ചരമവാർഷികം ആചരിച്ചു. കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടികൾ കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ 15ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കെ കരുണാകരൻ സ്റ്റഡി സെന്റർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടികൾ കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയ നേതാവായിരുന്നു. ഒരുപക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകെ ലീഡർ എന്ന് വിളിക്കുവാൻ അർത്ഥശങ്കയില്ലാതെ, സങ്കോചമില്ലാതെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. ഞാൻ മറ്റേ ആരെയെങ്കിലും മികഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അണികൾക്ക് വേണ്ടി നിലയുറപ്പിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ലീഡർ ശ്രീ കെ കരുണാകരൻ. നമ്മളിന്ന് ലീഡറെ ഓർക്കുമ്പോൾ എങ്ങനെ ഓർക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കകളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ തെരുവുകളിൽ എവിടെയും മതവർഗീയ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോൺഗ്രസിന്റെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷൻ അട്ടിമറികളെ കുറിച്ച് വീണ്ടും വീണ്ടും പരാതികൾ പറയുമ്പോൾ, മനസ്സുകളിലേക്ക് ആ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായ ഒരു രാഷ്ട്രീയ സമൂഹമാണ് അതിനെ എതിരേൽക്കുന്നത്. അവിടെയാണ് നമ്മൾ ലീഡറെ ഓർക്കുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, കെ കരുണാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, മറ്റ് നേതാക്കളായ CP സലീം, PA സുഹാസ്, ടിൻഡു സുഭാഷ്, പഞ്ചായത്ത് അംഗം CG കലേഷ്, KM ജലാലുദ്ദീൻ, കെ കരുണ, സ്റ്റഡി സെന്റർ ജില്ലാ സെക്രട്ടറി P പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനവേദിയിലെത്തി ലീഡർ കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ അങ്കണത്തിൽ നടത്തിയ പരിപാടി ഇടുക്കി അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ ഓരോ ഉദ്യോഗസ്ഥരും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. SI ജോസഫ് KV സ്വാഗതവും പ്രിൻസിപ്പൽ SI മണിയൻ KD മുഖ്യപ്രഭാഷണവും നടത്തി.
മുരിക്കാശ്ശേരി പോലീസ് സേനാംഗങ്ങളുടെ ക്രിസ്തുമസ് ആഘോഷമാണ് നടത്തിയത്. മുരിക്കാശ്ശേരി പോലീസ് SHO സന്തോഷ് KM അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ സമാധാനപരമായ ജീവിതമാണ്. ക്രിസ്തുമസിന്റെയും ന്യൂ ഇയറിന്റെയും പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ ഓരോ ഉദ്യോഗസ്ഥരും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളിൽ നിന്ന് മറ്റുള്ളവരും അത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സമാധാനവും സന്തോഷവും അവർക്ക് നൽകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. നമ്മളുടെ സർവീസിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നല്ല സന്ദേശവാഹകരായി ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെയും ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇടപെട്ട് നല്ല രീതിയിൽ അവർക്ക് ഒരു നല്ല സന്ദേശം കൊടുക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളുടെ ഭാവി തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഈ മാതൃക, അതായത് നിങ്ങളുടെ ഈ യൂണിറ്റിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണത്തിൻ്റെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഈ സ്റ്റേഷൻ്റെ അന്തരീക്ഷവും ഒക്കെ അവർക്ക് നൽകുന്ന ആ മാതൃക അത് തീർച്ചയായിട്ടും അവരുടെ ഭാവിയിലും ഗുണപ്രദമാകും എന്നുള്ളതിന് സംശയമില്ല. LLB പരീക്ഷ പാസ്സായി വക്കീൽ പ്രാക്ടീസ് ആരംഭിച്ച സ്റ്റേഷനിലെ സ്റ്റാഫ് ഏരിയാമ്മ സെബാസ്റ്റ്യന്റെ മകൻ ആൽബർട്ട് K. സെബാസ്റ്റ്യനെ വേദിയിൽ ആദരിച്ചു. SI ജോസഫ് KV സ്വാഗതവും പ്രിൻസിപ്പൽ SI മണിയൻ KD മുഖ്യപ്രഭാഷണവും നടത്തി. SIമാരായ റഷീദ് AP, അബ്ബാസ് TM, SCPOമാരായ ജോഫിൽ ജോൺ, മനോജ് വർഗീസ്, മീനു MC, ഷിൻഡോ, PRO ഹാജിറ ബീബി, മീഡിയ സോജൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബിജു, അഖില, ഷിജോ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ ജോലികളും ഉത്തരവാദിത്തോടെ ചെയ്തു നൽകുന്ന പാരഡൈസ് ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ജ്യോതി നിവാസ് സുപ്പീരിയർ ഫാദർ കുര്യൻ പുത്തമ്പരിക്കൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ജ്യോതി സൂപ്പർ ബസാറിൽ താഴത്തെ നിലയിൽ BSNL ഓഫീസിന്റെ സൈഡിലാണ് പാരഡൈസ് ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത്. ഫോൺ 9496 80 5681 8138 80 5681. പാരഡൈസ് ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ജ്യോതി നിവാസ് സുപ്പീരിയർ ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ രംഗത്ത് ബ്യൂട്ടി പാർലർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും നല്ല സേവനം നൽകുന്നതിന് വേണ്ടി വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മനുവിന് ഒരു യുവ സംരംഭകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാപനം കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകുവാൻ എല്ലാവരുടെയും വലിയ പിന്തുണ ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം ജഗദീശ്വരന്റെ ഭാഗത്തു നിന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയിംസ് വാട്ടപ്പിളിൽ, കേരള കോൺഗ്രസ് M നേതാവ് C. ജയകൃഷ്ണൻ, ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. പുരുഷന്മാരുടെയും കുട്ടികളുടെയും എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ ജോലികൾ ഇവിടെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ലുക്ക് അറ്റ് യു ഫാമിലി സലൂൺ, സാഫല്യ ടൂർസ് ആൻഡ് ട്രാവൽസ്, ടാക്സി സർവീസ്, സ്റ്റഡി എബ്രോഡ് തുടങ്ങിയവ സഹോദര സ്ഥാപനങ്ങളാണ്. ഫോൺ 9496 805681 8138 805681. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ താഴത്തെ നിലയിൽ BSNL ഓഫീസിന്റെ സൈഡിലാണ് പാരഡൈസ് ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യത്യസ്ത തരം പൂച്ചെടികളാലും പഴത്തൈകളാലും സമൃദ്ധമായ നഴ്സറിയുണ്ട് തൊടുപുഴയിൽ. ബോഹിനിയും ഗാർലിക് വൈനും വിസ്മയമാക്കുമ്പോൾ അബിയു ഉൾപ്പെടെയുള്ള എല്ലാവിധ പഴത്തൈകളുമുണ്ട്. ക്രിസ്മസ് പ്രമാണിച്ച 1000 രൂപ വിലയുള്ള അബിയുവിന് 500 രൂപയ്ക്ക് ലഭിക്കും. തൊടുപുഴ മുതലക്കുടം മാവിൻചൂട്ടിലുള്ള സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലേക്ക് വരൂ. ക്രിസ്മസ് മധുരതരവും സൗരഭ്യവും നിറയ്ക്കൂ. മലയാളികൾക്ക് പൂക്കൾ എന്നും പ്രിയപ്പെട്ടതാണ്. വീട്ടിലോ ഓഫീസിലോ പൂക്കൾ സൗരഭ്യം പടർത്തിയാൽ കൂടുതൽ ഉന്മേഷം ലഭിക്കുമല്ലോ എന്ന ചിന്തയിലാണ് എല്ലാവരും സ്വന്തം ചുറ്റുപാടുകളിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ വളർന്ന് വ്യത്യസ്ത തരം ചെടികൾ വളർത്തുന്ന രീതിയിൽ എത്തി നിൽക്കുന്നു. അകത്തും പുറത്തും ചെടികൾ. അങ്ങനെ ഒരു മനോഹര ചുറ്റുപാടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വ്യത്യസ്ത തരം ചെടികൾ ഒരുക്കി തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിൽ സമൃദ്ധി ഓർഗാനിക് നഴ്സറി കാത്തിരിക്കുന്നു. ഏത് ചെടിയാണ് ഉള്ളതെന്നല്ല, ഏതാ ഇല്ലാത്തത് എന്നാണ് ഇവിടെ വന്നാൽ മനസ്സിൽ ചോദിക്കൂ. നിങ്ങൾക്ക് വേണ്ട ഏത് ചെടിയും ഇവിടെ ലഭ്യമാണ്. അതിൽ തന്നെ ബൊഗേൻവില്ലയുടെ വിവിധ തരങ്ങളായ ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ്, റൂബി റെഡ് തുടങ്ങിയവ യഥേഷ്ടം ലഭിക്കും. 60 രൂപ മുതലാണ് ബൊഗേൻവില്ലയുടെ വില. റോസ്, ചെമ്പകം, 4 മണിപ്പൂവ് തുടങ്ങി വിവിധ പൂച്ചെടികളുടെ വലിയ ശേഖരവും ഇവിടെയുണ്ട്. അതിൽ തന്നെ റോസയുടെ വിവിധ വെറൈറ്റികൾ ഇവിടെ ലഭിക്കും. വിവിധ ഗ്ലോണിമായുടെ വെറൈറ്റികൾ ഉൾപ്പെടെ ഇൻഡോർ പ്ലാന്റുകൾ, പ്ലാവ്, മാവ്, തെങ്ങ്, കറിവേപ്പില, റംബൂട്ടാൻ, ജാതി, മംഗോസ്റ്റിൻ തുടങ്ങിയ ചെടികളും ഇവിടെ നിന്നും ലഭിക്കും. അതെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ ചെടികൾ നിറച്ച് മനോഹരമാക്കാൻ ഇതിലും മികച്ച സ്ഥലമില്ല. തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിലെ സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലേക്ക് വരൂ, ആസ്വദിക്കൂ. ക്രിസ്മസ് പ്രമാണിച്ച് അബിയു ചെടിക്ക് പകുതി വില മാത്രമേ ഉള്ളൂ. 1000 രൂപ വില വരുന്ന ചെടിക്ക് 500 രൂപയ്ക്ക് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ബ്യൂറോ, തൊടുപുഴ. വാഴക്കാല സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളും 26 മുതൽ 29 വരെ ആഘോഷിക്കും. 26 വൈകിട്ട് 4:30 കൊടിയേറ്റ് നടക്കും. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നേതൃത്വം നൽകും. 28 പാരീഷ് ഹാളിൽ ജൂബിലി സമാപന സമ്മേളനം നടക്കും. മോൺസിലർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കും. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കലാപരിപാടികളും നടക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളാണ് 29 വരെ പള്ളിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 26 രാവിലെ 6:30 ജപമാല, വിശുദ്ധ കുർബാന, നൊവേന. ഉച്ചകഴിഞ്ഞ് 3 സമർപ്പിതരുടെയും ഇടവകയിലെ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും സംഗമം. വൈകിട്ട് 4:30 കൊടിയേറ്റ്. ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നയിക്കും. 27 രാവിലെ 6:30 ജപമാല, 7 വിശുദ്ധ കുർബാന, നൊവേന. വൈകിട്ട് 4 ജപമാല, 4:30 ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം റവറൻ ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ നയിക്കും. 6:30 പ്രദക്ഷിണം പടിഞ്ഞാറക്കോടുക്കുളം സെന്റ് മാത്യൂസ് കപ്പേളയിലേക്ക്. രാത്രി 8 സമാപന ആശീർവാദം, നേർച്ച ഭക്ഷണം. 28 രാവിലെ 6:30 ജപമാല, 7 വിശുദ്ധ കുർബാന, നൊവേന. വൈകിട്ട് 4 ലതീഞ്ഞ്. 4:15 ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന മാർ ജോർജ് പുന്നക്കോട്ടിൽ കാർമ്മികത്വം വഹിക്കും. മുൻ വികാരിമാരും ഇടവകയിൽ നിന്നുള്ള വൈദികരുമാണ് സഹകാർമ്മികർ. 6 പ്രദക്ഷിണം. 6:30 പാരിഷ് ഹാളിൽ ജൂബിലി സമാപന സമ്മേളനം. വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കലാപരിപാടികളും നടക്കും. രാത്രി 8:30 സ്നേഹവിരുന്ന്. 29 മരിച്ചവരുടെ ഓർമ്മദിനം. വൈകിട്ട് 4:30 ജപമാല, വിശുദ്ധ കുർബാന, സെമിത്തേരി സന്ദർശനം എന്നിവ ഉണ്ടായിരിക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ PJ ജോസഫ് സാറാണ്.
മുഖ്യപ്രഭാഷണം നൽകുന്നത് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ആയിരിക്കും. കൂടാതെ ആശംസകളും ഇതിനുശേഷം ഇടവകങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. 29-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഇടവകയിൽ നിന്ന് മരിച്ചുപോയ പരേതരുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. 4:30 മണിക്ക് വിശുദ്ധ കുർബാനയും സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഈ തിരുക്കർമ്മങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഇടവകയുടെ പേരിൽ കൈക്കാരന്മാരുടെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാം പേരിൽ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന ദീപുമോൻ ടി കണ്ണമ്പുഴ. കോടിക്കുളം പഞ്ചായത്തിൽ ഐരാമ്പള്ളി വെസ്റ്റിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ദീപുമോൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി ജനവിധി തേടിയത്. 304 വോട്ടിന്റെ ഭൂരിപക്ഷം കരസ്ഥമാക്കി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. കോടിക്കുളം പഞ്ചായത്തിൽ ഐരാമ്പള്ളി വെസ്റ്റിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ദീപു ടി കണ്ണമ്പുഴ ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുമെന്നറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ദീപു സ്വതന്ത്രനായി ജനവിധി തേടിയത്. 304 വോട്ടിന്റെ ഭൂരിപക്ഷം കരസ്ഥമാക്കി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ കേരള കോൺഗ്രസും 2020യും അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ജനഹിതമനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ദീപു വ്യക്തമാക്കി. എന്തൊക്കെയാണല്ലോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരിക്കും. മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനം വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ആളല്ല ഞാൻ. അത്തരം നിലപാടിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അക്കാര്യങ്ങൾ ആ പാർട്ടിക്ക് തീരുമാനിക്കാം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ദീപുവിന് സസ്പെൻഷൻ നേരിട്ടത്. എന്നാൽ കോൺഗ്രസ് അംഗത്വത്തിൽ നിന്നും നീക്കിയിരുന്നില്ല. പ്ലാസ്റ്റിക് കവറുകൾ ഫലപ്രദമായി നിരോധിക്കാൻ ഉൽപാദന ഉറവിടത്തിൽ നിരോധിക്കണമെന്ന് കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗത്തിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MN ബാബു അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് കവറുകൾ ലഭ്യമല്ലാതെ വരുത്തുകയും പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കവറുകളുമായി നടക്കുന്നതും നിരോധിക്കണം. അല്ലാതുള്ള അശാസ്ത്രീയ പരിശോധനകളും പിഴ അടപ്പിക്കലും പ്ലാസ്റ്റിക് നിരോധനത്തിൽ ഫലപ്രദമാകില്ലെന്ന് KHFA പൊതുയോഗത്തിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KHFA പ്രസിഡന്റ് MN ബാബു അധ്യക്ഷത വഹിച്ചു. 34 അംഗ സാരഥികളെ യോഗം തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി അബ്ദുൾ ഖാദർ ഹാജി, KK നാഖൂർ ഖനി, പ്രസിഡന്റായി MN ബാബു, വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ സലീം, അനിൽ പീടകപ്പറമ്പിൽ, അക്ഷയ രാജൻ, ഉല്ലാസ് മാത്യു, അഡ്വക്കേറ്റ് ഡെമ്മീസ് എബ്രഹാം, അബ്ദുൾ റസാഖ്, ജനറൽ സെക്രട്ടറിയായി ജോസ്ലറ്റ് മാത്യു, സെക്രട്ടറിമാരായി VS നസീർ, ജഗൻ ജോർജ്, TH ഷിയാസ്, ഷമീർ കുഞ്ചാവീടൻ, KK റഷീദ്, ബേബി ജോസഫ്, KA ഷമീർ, ശ്രീകാന്ത് പിള്ള, സലാം റാവുത്തർ, രാജി കണ്ണൻ, KB പ്രദീപ്, അന്ന ബിനോയ്, ഡോണി കട്ടക്കയ്യം, ട്രഷററായി VN ഷമീർ എന്നിവരെ തെരഞ്ഞെടുത്തു. KHFയുടെ കലണ്ടർ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി അക്ഷയ രാജന് നൽകി പ്രകാശനം നിർവഹിച്ചു. തന്റെ വിജയത്തിൽ KHFയുടെ പങ്ക് നന്ദിയോടെ സ്മരിക്കുകയും ആതിര ജോഷി പൊതുയോഗത്തിന് ശേഷം സ്നേഹബിരുദമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ക്രിസ്മസ് പുൽക്കൂടുകളിൽ പ്രിയ താരമായ ചൂരൽ കൂടുകൾ. ചൂരലിൽ നിർമ്മിച്ച ഈട് നിൽക്കുന്നതും പഴമയുടെ ഓർമ്മ പുതുക്കുന്നതുമായ കൂടുകളാണ് ഇക്കുറി കൂടുതലായി ആളുകൾ വാങ്ങുന്നതെന്ന് ആവോലി കെയിൻ പാലസ് ഉടമ R ശശികുമാർ പറഞ്ഞു. 1 അടി മുതൽ 3 അടി വരെ വലിപ്പമുള്ള വ്യത്യസ്തങ്ങളായ 5 മോഡലുകളാണ് ആസാമിൽ നിന്നെത്തിക്കുന്ന ചൂരലിൽ ഇവിടെ നിർമ്മിക്കുന്നത്. 600 മുതൽ 3500 രൂപ വരെ നിരക്കിലാണ് ഇവ വിൽക്കപ്പെടുന്നത്. വ്യാപാരശാലകളിലേക്കും നിരവധി ശാഖകളുള്ള സ്ഥാപനങ്ങളിലേക്കും മൊത്ത കച്ചവടത്തിനായും ആളുകൾ എത്താറുണ്ട്. ആവോലി സഹകരണ ബാങ്കിന് സമീപം ചൂരൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്ന കെയിൻ പാലസിൽ ഇപ്രാവശ്യവും ചൂരൽ ക്രിബ് തേടിയെത്തുന്നവർ നിരവധി. ശരാശരി 1500 ചൂരൽ കൂടുകൾ ഒരു സീസണിൽ വിറ്റുപോകാറുണ്ടെന്ന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇവർ പറയുന്നു. കൂത്താട്ടുകുളത്തും പത്തനംതിട്ട പുല്ലാടും ചൂരൽ ഉൽപ്പന്നങ്ങളുടെ തന്നെ ശാഖകളും പ്രവർത്തിക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും സംബന്ധിച്ച് ക്രിസ്തുമസിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പുൽക്കൂട്. വീടുകളിലും പള്ളികളിലും ഇതര സ്ഥാപനങ്ങളിലുമൊക്കെ നക്ഷത്രങ്ങൾക്കൊപ്പം പുൽക്കൂട് നിർമ്മിച്ചാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കുന്നത് തന്നെ. വീടിന്റെയും സാങ്കല്പിക ഗുഹയുടെയും കന്നുകാലിക്കൂടിന്റെയും രൂപത്തിലാണ് പുൽക്കൂടുകളുടെ മുഖ്യ നിർമ്മിതി. ഡിസംബറിൽ മാത്രം വിരിയുന്ന ചിലയിനം പൂക്കളും പുല്ലുകളുമാണ് കൂടിന് അലങ്കാരമാകുന്നത്. തടിയിലും പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക്കിലും തെർമോകോളിലും ഇതര പാഴ്വസ്തുക്കളിലും നിർമ്മിച്ച വിവിധയിനം റെഡിമെയ്ഡ് പുൽക്കൂടുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അതിൽ തന്നെ ചൂരലിൽ നിർമ്മിച്ച ഈട് നിൽക്കുന്ന പുൽക്കൂടുകൾക്കാണ് ഏറെ പ്രിയം. ഇതര ചൂരൽ ഉൽപ്പന്നങ്ങൾക്ക് കെയ്ൻ പാലസ് 5 വർഷം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. സീസൺ ഉപയോഗം കഴിഞ്ഞ് പലരും അലക്ഷ്യമായി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഒരേ ഗുണമേന്മയുള്ള ചൂരലിൽ നിർമ്മിക്കുന്ന പുൽക്കൂടിന് അധികം ഉറപ്പ് നൽകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സുരക്ഷിതമായി സൂക്ഷിച്ചുപയോഗിച്ചാൽ വർഷങ്ങളോളം ചൂരൽ കൂടുകൾക്ക് ആയുസ്സുണ്ടാകുമെന്നും ആവോലിയിലെ സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ശശികുമാറിന്റെ മകൻ ശരത് പറഞ്ഞു. ആവോലി കെയ്ൻ പാലസിൽ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ചൂരൽ ക്രിബുകൾ. ഈ കൂട് വരുന്നത് 800 രൂപയാണ്. അതായത് ഇതിൻ്റെ ഹോൾസെയിൽ ഇതിലും താഴ്ന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇത് 800-ൻ്റെ കൂട്. അതിൻ്റെ വലുതായിട്ട് വരുന്ന മീഡിയം കൂട് വരുന്നത് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് 1000 രൂപ റേറ്റ് വരും. അത് ഹോൾസെയിൽ ഇതിലും താഴെ പോകുന്നതാണ് ഇത്. ഇതാണ് 1000 രൂപ റേറ്റ്. പിന്നെ ഇതിൻ്റെ വലുതുണ്ട്. അതിൻ്റെ വലുതെന്ന് വരുമ്പോൾ ഇതാണ് എൻ്റെ വലുത്. ഇതാകുമ്പോൾ 1500 വരും. അപ്പോൾ ഇതിൽ ഹോൾസെയിൽ ഇതിലും താഴോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും നമുക്ക് പുൽക്കൂട് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 150 തൊട്ടാണ്. അതായത് ചൂരലിൻ്റെയും ഇതിൻ്റെ മേലിൽ ചൂരലിൻ്റെ മേലിൽ ഷീറ്റും വരുന്നുണ്ട്. അത് 150 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കണക്ക് ഊഞ്ഞാലാകുമ്പോഴത്തേക്കും നമുക്ക് 3500 തൊട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. വിത്ത് 5 വർഷം വാറൻറ്റിയോടെയാണ് കൊടുക്കുന്നത്. അത് കൂടാതെ ഹോൾസെയിൽ നമ്മളോട് സപ്ലൈ ഉണ്ട്. പിന്നെ നമുക്ക് ചെയറിലോട്ട് പോവാം. ചെയറും നമുക്ക് ഒരു 3500 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്കും 4500 വരും. ഇതിൻ്റെ ഇപ്പുറം കിടക്കുന്നത് 3800, 3200, ഇത് 3500. പിന്നെ നമുക്ക് വയസ്സാക്കി കിടക്കുന്നത് ഈസി ചെയർ വരുമ്പോൾ ഇത് 5500 വരും. അതായത് ഇതിനെല്ലാം 5 വർഷം വാറൻറ്റിയോടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ പ്രതിഷേധ പോസ്റ്റർ. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ ഉയർന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് മുതലക്കുളം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ടൗൺ കരോളും നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായവും നടത്തി. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിന്റെ നീതി മെഡിക്കൽ ലാബിനോടനുബന്ധിച്ച് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെയും മെഡിക്കൽ ടാക്സി സർവീസിന്റെ ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉരുൾപൊട്ടൽ മേഖലയിൽ വീട് നിർമ്മാണത്തിന് പാറ പൊട്ടിക്കാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാറ പൊട്ടിച്ചു മാറ്റിയ വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.